നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 2026 ഈ വർഷം വിവാഹ യോഗമുണ്ടോ, അതോ ഒന്നാമത്തെയാവോ രണ്ടാമത്തെയോ മൂന്നാമത്തെ എത്രയും ആയിക്കോട്ടെ, വിവാഹ യോഗമുണ്ടോ അതിനെ അനുബന്ധിച്ച കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ 3 നമ്പർ സെലക്ട് ചെയ്തില്ല, ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്യാൻ നമുക്കന്ന് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോ നമ്മള് ഒന്നാമത്തെ നമ്പർ നോക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ നമ്പർ എടുത്തവരുടെയാണ്. നിങ്ങൾക്ക് ഈ 2026 നിങ്ങൾക്കൊരു വിവാഹയോഗമുണ്ടോ? ഇതില് ഞാൻ പോസിറ്റീവും നെഗറ്റീവും അല്ല നോക്കുന്നത്. വെച്ചാല് നേരെയാണോ കാർഡ് വീണേക്കുന്നത്, റിവേഴ്സ് ആണോ എന്ന് നോക്കുന്നില്ല. യെസ് ഓർ നോ മാത്രമാണ് നോക്കുന്നത്. യെസ് കാർഡ് റിവേഴ്സ് ആണെങ്കിൽ അത് യെസ് ആയിട്ട് എടുക്കും. നോ കാർഡ് റിവേഴ്സ് ആണെങ്കിലും അത് നോ ആയിട്ട് എടുക്കും. അങ്ങനെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോ ഒന്നാമത്തെ നമ്പർ എടുത്തവർക്ക് ഈ വർഷം വിവാഹ യോഗമുണ്ടോ? നോ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളിപ്പോ ചിലപ്പോ ഒരു ബന്ധത്തിലായിരിക്കാം. ഇത് 10 of swords അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നോ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ ഈ വർഷം നിങ്ങൾക്ക് വിവാഹയോഗമില്ല. ഇവിടെ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിൽക്കുമായിരിക്കാം, അതല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടണമായിരിക്കും. അപ്പൊ ഇവിടെ 10 of swords എന്ന് വളരെ വളരെ ദയനീയമായ ഒരു സിറ്റുവേഷൻ ആണ്. വളരെ ചതിയും വഞ്ചനയും ഉള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അവസാന ഘട്ടത്തിലാണ് 26 കൂടി അത് അവസാന ഘട്ടത്തിലേക്ക് പോകും. ഈ റിലേഷൻഷിപ്പ് ഇല്ലാതെയാകും അവസാനം ആവുമ്പോഴേക്കും. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ കുറെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് സ്വേർഡ്സ് ആണ്. അക്വേറിയസ്, ലീബ്ര, ജെമിനി, സോഡിയക് സൈൻ ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുകയും നിങ്ങളെ മറ്റുള്ളവരെ ഇയാൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇയാൾക്ക് മറ്റു പലരുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ അറിയാനല്ല ഇടവരും. അത് അറിഞ്ഞിട്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ 2026 എല്ലാ റിലേഷൻഷിപ്പും വളരെ പരിതാപകരമായ റിലേഷൻഷിപ്പാണ്. അതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് ഒരു സമാധാനമുണ്ട്. ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും അത് തീർന്നു പോകും. അടുത്ത വർഷം ഉണ്ടാവില്ല ഈ ബന്ധം. അപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സിന്റെ സിറ്റുവേഷനിലാണെങ്കിൽ അതും ആ സമയമൊക്കെ ആകുമ്പോഴേക്കേ ഡിവോഴ്സ് നടക്കുള്ളൂ. പക്ഷെ ഈ വർഷം നടക്കും, ഇത് അവസാനിക്കും. നിങ്ങളുടെ ഈ വളരെ ദുരന്തപൂർണമായ ഈ ബന്ധം, അങ്ങനെ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോ വിവാഹം, പുതിയതായിട്ടുള്ളൊരു വിവാഹം വരാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ വേറൊരാളായിട്ട് സ്നേഹത്തിലാണ്, അയാളുമായിട്ടുള്ള വിവാഹം കാത്തിരിക്കുകയാണ്. ഈ വർഷം ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഉള്ള ബന്ധം തന്നെ ഇത് ഇങ്ങനെ അത് അവസാനിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ റീഡിംഗ് നമ്പർ എടുത്തവരുടെ ഇത്. രണ്ടാമത്തെ നമ്പർ എടുത്തവർക്ക് വിവാഹയോഗം ഉണ്ടോ എന്ന് നോക്കാം. ഭഗവാനെ, ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നു, മാഡം എനിക്ക് വിവാഹയോഗം ഉണ്ടോ, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു ഇത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റീഡിംഗ് എടുക്കുന്നത്. ഇവിടെ യെസ് കാർഡാണ് വന്നത്, റിവേഴ്സ് ആണ് വന്നത്, കുഴപ്പമില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ഈ ഒരു ഇപ്പൊ കുറെ ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ലെങ്കിൽ ഈ വർഷം ഉഷാറാവും നിങ്ങളുടെ വിവാഹാലോചനകൾ. ഇപ്പൊ നിങ്ങൾ ഒരാളായിട്ട് ബന്ധത്തിൽ സ്നേഹത്തിലാണെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, അയാളും കുറച്ചും കൂടെ, സ്ത്രീയാണ് പുരുഷനാണെങ്കിൽ അവർ കുറച്ച് ഉഷാറാവും. ഇപ്പൊ ഡിസംബർ 31-നുള്ളിൽ 2026 നിങ്ങളുടെ വിവാഹം നടക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചടപടപടപട ഏത് സ്പീഡിൽ പോകും. കാരണം ഇവിടെ കുറച്ചൊരു എന്തെങ്കിലും ഇതിനൊരു തീരുമാനമാക്കണം ഈ വർഷം എന്ന തീരുമാനം ഒരാൾ എടുത്തിട്ടുണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ്. കുറച്ച് ഉഷാറോടെയാണ്, ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഈ വ്യക്തി. ചിലപ്പോൾ ഈ വ്യക്തി ആയിരിക്കും ഡിലേ ആക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ വർഷം ഒരു തീരുമാനമാകും, കല്യാണം നടക്കും എന്നാണ് കാണിക്കുന്നത്. ഏത് മാസത്തിലാണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ നടക്കും കേട്ടോ. പക്ഷെ ഈ വിവാഹത്തിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവം, നിങ്ങളിപ്പോ ഭയങ്കര റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. കുറച്ച് വയലന്റ് ആയ ഒരു ഇതാണ്, എല്ലാത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ തീരുമാനം എടുക്കാനായിട്ട് താമസം എടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തി ആദ്യം ഇതിന് തീരുമാനം എടുക്കാൻ കുറച്ച് ഡിലേ ആക്കിയെങ്കിലും പെട്ടെന്ന് ഇമ്പൾസിലാണ് ഈ വ്യക്തി വന്ന് നിങ്ങളോട് നമുക്ക് കല്യാണം ആലോചിക്കാം, എല്ലാവരോടും വിളിച്ചു പറയണം, മറ്റേ വിളിച്ചു ചൊല്ലല് വേണ്ട, അത് വേണ്ട, എൻഗേജ്മെന്റ് വേണ്ട, നേരെ ഡയറക്റ്റ് കല്യാണത്തിലേക്ക് പോകാന്നുള്ള ഇതാ വരുന്നത്. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട്
ചിലപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടക്കില്ല എന്നൊരു ടെൻഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ കല്യാണം നടക്കാനുള്ള ഒരു ചാൻസ് ഈ വർഷം ഉണ്ട്. കല്യാണം നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവാഹം ശരിക്കും കാര്യങ്ങളുടെ തുടക്കമാണ്. നമ്മൾ പണ്ടൊക്കെ ചോദിച്ചിരുന്നത് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണ്ടേന്നാണ്. ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സെറ്റിൽമെന്റ് അല്ല, അത് വേറെ പല പ്രശ്നങ്ങളില് തുടക്കമാകാൻ ചില സമയത്ത് ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സോറി കാർഡ്സ് വീണതാണ് ഞാൻ മാറിയതേ, സോറി കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വിവാഹം കഴിഞ്ഞാലും നിങ്ങൾക്ക് സമാധാനിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. അടുത്ത ഇത് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഈ ജന്മത്ത് കിട്ടില്ല. ഈ വിവാഹത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് 3 കാർഡും പറഞ്ഞത് ഇറ്റ്സ് നോട്ട് വർത്ത് വെയിറ്റിംഗ് ഫോർ, കാത്തിരിക്കുന്നതിൽ കൊണ്ട് ഗുണമില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് ഈ ജന്മത്ത് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ കല്യാണം ഈ വർഷം തന്നെ നടക്കണം, ഈ വർഷം തന്നെ നടക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ദൈവമായിട്ട് അത് ഡിലേ വന്നു. പക്ഷെ നിങ്ങൾ വളരെ പ്രയത്നിച്ചത് കൊണ്ടും ഈ വ്യക്തി പെട്ടെന്ന് കല്യാണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് വേറെ എന്തോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കല്യാണം നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ വർഷം നടക്കും. പക്ഷെ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ വിവാഹത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വേണ്ടാന്ന് വെച്ചിരുന്ന അല്ലെങ്കിൽ ഇത് ഡിലേ ആയിക്കൊണ്ടിരുന്ന കല്യാണമാണ്. അപ്പൊ അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പണിയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. പോട്ടെ. അപ്പൊ രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ നമ്പർ എടുത്തവരുടെ വിവാഹം ഈ വർഷം 2026 നടക്കുമോ ഭഗവാനെ? ഇത് റിവേഴ്സ് ആണ്, പക്ഷെ ഇത് യെസ് കാർഡ് ആണ്. നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ ആർഭാടകരമായിട്ടാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ്. സ്ത്രീ ആയാലും പുരുഷൻ, നല്ല നല്ല പൈസ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ എന്താ പറയാ മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സുള്ള, ഇപ്പൊ ഒരു പുരുഷനാണ് ഇതെന്നെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ നോക്കും ഈ വ്യക്തിയുടെ പൈസ കൊണ്ട്. സ്ത്രീ ആണെങ്കിലും അവരുടെ ബന്ധുക്കളെ എല്ലാവരെയും മകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി ഇത് കല്യാണം നിങ്ങൾ ഈ വർഷം തന്നെ നടക്കും കേട്ടോ. ഇതുകൊണ്ട് ഏത് മാസമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളിപ്പോ 2 മാസത്തിനുള്ളിലൊക്കെ കല്യാണം നടക്കണം എന്ന് വെച്ചാൽ അതിലും കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് കല്യാണം നടക്കില്ല. അപ്പൊ നിങ്ങള് ധൃതി പിടിച്ചാലും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇതിൽ 3 കാർഡ് വന്നേക്കുന്നത് 3 തരം കാർഡാണ് വന്നത്. നമ്പേഴ്സ് ഉണ്ട്, ഡേറ്റ് ഉണ്ട് ഇതിനകത്ത്, പക്ഷെ വരില്ല. ഇത് വന്നേക്കുന്നത് ലേറ്റർ ദാൻ യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നതിലും താമസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇത് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാര്യമില്ല. കാരണം എപ്പോ വേണമെങ്കിലും ഈ കല്യാണം നടക്കാം. ഇത് രണ്ട് നെഗറ്റീവ് വന്ന് പോസിറ്റീവാ വന്നേക്കുന്നത്. ഇത് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ പ്രയത്നം കൊണ്ട് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ഈ ആള് വിചാരിക്കണം കല്യാണം നടക്കാൻ. അപ്പൊ ഈ വർഷം ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കും. നിങ്ങളുമായിട്ടുള്ള വിവാഹം നടക്കും. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. വളരെ സ്റ്റബൺ ആയ എനർജിയാണ്. അപ്പോ ഈ വ്യക്തിയെ നിങ്ങൾ ഫോഴ്സ് ചെയ്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ അതിന്റെ പുറകെ നടക്കുന്നു. അപ്പൊ നിങ്ങൾ തൽക്കാലം വിട്ടുകളയുക. ഇത് നടക്കാനുള്ള യോഗമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ വ്യക്തി വിചാരിക്കുമ്പോൾ മാത്രമേ വിവാഹം നടക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറി ടെൻഷൻ അടിച്ചിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ കാര്യമില്ല. എന്തായാലും ഇപ്പൊ ജാനുവരി ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്ന 11 മാസം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മാസമാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത്. പക്ഷെ ഈ വ്യക്തി തീരുമാനിക്കുമ്പോഴേ നടക്കുള്ളൂ. ഈ വർഷം ഉണ്ടാകും പക്ഷെ കേട്ടോ. സന്തോഷം തരുന്ന കാര്യമാണോ ദൈവത്തിനറിയാം. എന്തായാലും ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യവും സൗഖ്യവും തന്നനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.